ഹായ് ഗായ്സ്, വെൽക്കം ടു ഫിറ്റ് ആൻഡ് ഫ്ലൈ ഡയറീസ്. ഫസ്റ്റ് ഓഫ് ഓൾ റമദാൻ കരീം. എനിക്കറിയാം കുറച്ച് ലേറ്റ് ആയിന്ന്, ഇന്നിപ്പോൾ ഒരു 8-9 റംസാനായി. ബട്ട് സ്റ്റിൽ ഹാവ് എ ബ്ലെസ്ഡ് മന്ത്. അപ്പോൾ ഇന്ന് നമ്മളെന്താ നോക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റമദാൻ ഡേ ഇൻ മൈ ലൈഫ്. അത് എങ്ങനെ പോകുന്നതെന്ന് നോക്കാം. സോ ഇപ്പം ഞാൻ ഓഫീസ് കഴിഞ്ഞു. ഇപ്പം നമുക്ക് വർക്ക് ടൈമിംഗ് ഒക്കെ റിവൈസ് ചെയ്തിട്ടുണ്ട്. 9 to 3 ആണ് നമ്മുടെ വർക്ക് ടൈമിങ്. അപ്പോൾ അത് കഴിഞ്ഞു. അപ്പോൾ നൗ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ്താറിൻ്റെ മുന്നേ ആണ്. ദാറ്റ് റിയലി ഹെൽപ്സ് മീ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ വർക്ക് കഴിഞ്ഞിട്ട് നേരെ ജിമ്മിലോട്ട് പോവുകയാണ്. ജിം സെഷൻ കഴിയണം. ജിം സെഷൻ കഴിഞ്ഞിട്ട് ബാക്കി എന്താണെന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. ആക്ച്വലി ഇപ്പോൾ UAE എല്ലാവരുടെയും വർക്ക് ടൈം റിവൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നേരമാകുമ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. സോ ഗൈസ്, നമ്മളങ്ങനെ ജിമ്മിലെത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 minutes ആണ് നമുക്ക് ഓഫീസിൽ നിന്ന് ജിമ്മിലോട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ക്യാരി ചെയ്യാറാണ് നമ്മുടെ ക്ലോത്ത്സൊക്കെ. എന്താ വെച്ചാൽ വീട്ടിൽ പോയിട്ട് വരാനുള്ളൊരു ടൈം ഉണ്ടാവാറില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡിഫിക്കൽട്ടാണ് നമ്മൾ ഫുഡൊന്നും ഇല്ലാതെ ചെയ്യുന്നത്. പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയാം, നമ്മൾ ഇഫ്താറിൻ്റെ ഒരു 60 minutes മുന്നേക്ക് വർക്കൗട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടും ബെനിഫിഷ്യൽ ആണെന്നാണ് സയൻറ്റിഫിക് ആയിട്ട് പറയുന്നത്. എനിക്കറിയില്ല കറക്റ്റായിട്ട്. ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ഇല്ലാത്തത് കാരണം നമ്മുടെ സ്റ്റോർഡ് എനർജി ജിമ്മിൽ യൂസ് ചെയ്യും നമ്മുടെ ശരീരം. അതുകൊണ്ട് ഇത് ഫാറ്റ് ലോസിനെയും മെറ്റബോളിസത്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ ഇഫ് എനിബഡി നോ സ്പെസിഫിക്കലി, ജസ്റ്റ് കമൻറ്റ് ആൻഡ് ലെറ്റ് മീ നോ. സോ നൗ ടുഡേ നമുക്ക് ലെഗ് സെഷൻ ആണ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ടു ദ വർക്കൗട്ട്സ്. ഇതാണ് നമ്മുടെ ജിമ്മ്. ഇതിപ്പോൾ ഇഫ്താറിൻ്റെ മുന്നേ ആയതുകൊണ്ട് അധികം ആരുമില്ല, എംറ്റിയാണ്. അങ്ങനെ പറഞ്ഞല്ലോ, ഇന്ന് സ്ക്വാട്ട് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഹാക്ക് സ്ക്വാട്ട് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ആക്ച്വലി ട്രഡീഷണൽ സ്ക്വാട്ട് ചെയ്യാറില്ല. എൻ്റെ നീയിൽ കുറച്ച് പെയിനും പ്രോബ്ലംസൊക്കെ ഉണ്ട്. എനിക്കൊരു ACL ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ അങ്ങനെ ട്രഡീഷണൽ സ്ക്വാട്ട് ചെയ്യാറില്ല. ഐ പ്രിഫർ ഓൾവേസ് ദിസ് ഹാക്ക് സ്ക്വാട്ട്. ഇത് ആക്ച്വലി നമ്മുടെ ഗ്ലൂട്ടിനെയും ഹാംസ്ട്രിങ്ങിനെയും കാവ്സിനെയും ഒക്കെ സെയിം ടൈം ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ നല്ല വെയിറ്റ് ഇട്ടിട്ട് ഡ്രോപ്പ് സെറ്റായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഒരു 80, 160, 180 കിലോസിൽ നമ്മൾ ചെയ്തു. ഓൾമോസ്റ്റ് PR ആണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു നല്ല സ്റ്റാർട്ടിങ് വാം-അപ്പ് സെഷനായിരുന്നു അത്. ഇറ്റ് വാസ് നൈസ്. ബട്ട് ലെഗ് ഡേയ്സ് ആർ ഓൾവേസ് ടഫ് ഡേയ്സ്. പറഞ്ഞ പോലെ തന്നെ ഡ്രോപ്പ് സെറ്റ് ആയതുകൊണ്ട് എല്ലാ സെറ്റിലും വെയിറ്റ് ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു മാക്സിമം വോളിയം ചെയ്യാൻ നോക്കി. സക്സസ്ഫുള്ളി അങ്ങനെ ഒരുവിധം കംപ്ലീറ്റ് ചെയ്തു. നല്ല എഫേർട്ട് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് എക്സസൈസ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ മൂവ് ഓൺ ചെയ്തത് ലെഗ് പ്രസ്സിലോട്ടായിരുന്നു. ഇതും തന്നെ ഓഫ് സീസൺ ആയതുകൊണ്ട് നല്ല വെയിറ്റിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു ഓൾമോസ്റ്റ് 200 കിലോസ് ഉണ്ട്. പിന്നെ ഞാൻ കമ്പാരിറ്റീവ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ബോഡി സിമെട്രിയിൽ എനിക്ക് ലെഗ് എപ്പോഴും ഒരു വീക്ക് പോയിൻ്റ് ആണ്. അപ്പം ഞാൻ കോച്ചിനോടും ഇപ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ലെഗ് ഒന്ന് ഫോക്കസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് RDLലോട്ടായിരുന്നു. ഡംബിൾ ബേസ്ഡ് RDL ആണ്. നമ്മൾ എലവേഷൻ്റെ കൂടെയാണ് ചെയ്തത്. ഒരു വെയിറ്റ് ഒരു 30 ഒക്കെ എടുത്തിട്ടാണ്. ഇതും നമ്മുടെ ഗ്ലൂട്ടിനെയും ഹാംസ്ട്രിങ്ങിനെയും കോഡ്സിനെയൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നൊരു എക്സസൈസ് തന്നെയാണ്. ഐ ലവ് RDLs. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെഗ് കേൾസ്, സ്റ്റാൻഡിങ് കേൾസ് ചെയ്തു. ബോത്ത് ലെഗ്സ് ഇൻഡിപെൻഡൻ്റ്ലി ആണ് ചെയ്തത്. ഇതും ഹാംസ്ട്രിങ്ങിനെയാണ് മെയിൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മളൊരു കാഫ് എക്സസൈസും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. അത്രയായിരുന്നു വർക്കൗട്ട് സെഷൻ. അങ്ങനെ ജിമ്മൊക്കെ കഴിഞ്ഞു ഗൈസ്. നല്ലൊരു ലെഗ് സെഷനായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് 5 മണി ആവാറായി. ഇഫ്താറിയുടെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അങ്ങോട്ട് പോകാനാണ്. പക്ഷേ ടൈമിംഗ് ഒക്കെ മാറിയതും ഇഫ്താറിൻ്റെ ആ ഒരു സമയവും കാരണം തന്നെ നല്ല ട്രാഫിക്കാണ് ഈ ഒരു സമയത്ത്. ഞാൻ ആക്ച്വലി വർക്ക് ചെയ്യുന്നതും ഷാർജയിൽ തന്നെയാണ്. എൻ്റെ വീടും ഷാർജയിൽ തന്നെയാണ്, നഹദയിൽ. പക്ഷേ അങ്ങോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ നല്ല തിരക്കാണ്. സോ നിങ്ങൾക്ക് കാണാമല്ലോ, എല്ലാവരും ഇഫ്താർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിരക്കിൽ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഹാൻഡ്സ് ഓഫ് ടു ദ പീപ്പിൾ ഹു സർവൈവ് ദിസ്. ഗൈസ്, ട്രാഫിക്കും ജിമ്മും ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി ഇഫ്താറിൻ്റെ കാര്യങ്ങളും കൂടെ നോക്കണം. പിന്നെയാണെങ്കിൽ ഇന്ന് ഇന്ത്യ സിംബാബ്വെ കളിയുണ്ട്. ഫൈനലി നമ്മുടെ സാംസണ് ടീമിൽ ഇടം കിട്ടിയിട്ടുണ്ട്. സോ നോക്കാം ഹൗ ഹി പെർഫോം ആൻഡ് ഓൾ. എക്സൈറ്റഡ് ടു സീ ദാറ്റ് ആസ് വെൽ. ലെറ്റ്സ് സീ.
ആക്ച്വലി നമുക്കൊരു പെറ്റുണ്ട് നമ്മുടെ കൂടെ. അവളുടെ പേര് കോക്കോ എന്നാണ്. ഒരു ക്യാറ്റാണ്. അപ്പോൾ നോർമലി ഞാൻ ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ വിളിച്ചാൽ അവൾ ഓടി വരും. പക്ഷേ ഇപ്പോൾ ഒരു കുറച്ചായിട്ട് പുതിയ വീട്ടിലോട്ട് മാറിയതിന് ശേഷം ആ ഒരു ശീലം മാറിയിട്ടുണ്ട്. ഇപ്പോൾ അവൾ ഒരു ഫേവറേറ്റ് പ്ലേസ് അവൾ ഉറങ്ങാൻ കണ്ടുപിടിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബെഡാണ്. നമ്മൾ ഫോൾഡ് ചെയ്ത് വെക്കുന്ന നമ്മുടെ ഈ കൊയിൽട്ട് എടുത്തിട്ട് അവൾ ഫുൾ കവർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ പോയി കിടന്നിറങ്ങും. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം അവൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു ഉറങ്ങുണ്ടായിരുന്നത്. ഞാൻ വിളിച്ചിട്ട് പോലും വന്നില്ല ആള്. അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ വീട്ടിലെത്തി. ഇനി ഹാർഡ്ലി ഒരു 45 മിനിറ്റ്സ് ഉണ്ട് ഇഫ്താറിന്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണം. ഇപ്പം എന്താ പ്രിപ്പയർ ചെയ്യാമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ എപ്പോഴത്തെ പോലെ ഇഫ്താറിന് നമുക്ക് വേണമെങ്കിൽ സാധാ നമ്മുടെ ഈത്തപ്പഴവും ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ലെമൺ ജ്യൂസും ഉണ്ടാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് കഴിക്കാറ്. അപ്പോഴത്തേക്ക് എന്തെങ്കിലും നമുക്ക് തട്ടിക്കൂട്ടാം. പിന്നെ ഇപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കോമ്പറ്റീഷൻ കഴിഞ്ഞു, നമ്മൾ ഓഫ് സീസൺ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു നെക്സ്റ്റ് കോമ്പറ്റീഷൻ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഒരു ജസ്റ്റ് ഒരു ഓഫ് സീസൺ ആണ്. അപ്പോൾ നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കുറച്ചൊക്കെ ഒന്ന് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ട്രൈ ടു ഈറ്റ് ലിറ്റിൽ ബിറ്റ് ക്ലീൻ. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ വലിയ ഫുഡ് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. അത് നമുക്ക് എന്തെങ്കിലും തട്ടിക്കൂട്ടാം, വല്ല പാസ്തയോ ബർഗറോ എന്തെങ്കിലും തട്ടിക്കൂട്ടാം. ഇപ്പം തൽക്കാലം നമുക്ക് ഫ്രൂട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ അരിഞ്ഞു വെക്കാം. ഓക്കെ. ഇന്ന് ഇന്ത്യയുടെ കളിയുണ്ട് ഗൈസ്. വേൾഡ് കപ്പാണ്. ഭയങ്കര ഇമ്പോർട്ടൻറ്റ് മാച്ചാണ് ഇന്ത്യക്ക്. ജയിച്ചേ പറ്റുള്ളൂ നല്ല മാർജിനിൽ. പിന്നെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം സാംസൺ കളിക്കുന്നുണ്ടെന്ന് കുറേ ക്രിട്ടിക്സിലും കോൺട്രവേഴ്സിൻ്റെ ശേഷം ഹീ ഈസ് പ്ലേയിങ് ടുഡേ. ലെറ്റ്സ് സീ വെദർ ഹീ പെർഫോം ഓർ നോട്ട്. ഐ എം എക്സൈറ്റഡ് ഗൈസ്. എ പെർഫെക്റ്റ് തേഴ്സ്ഡേ. അഗെയിൻ ഡിസപ്പോയിൻറ്റിങ് ഗൈസ്. സഞ്ജു സാംസൺ നിരാശപ്പെടുത്തി എന്ന് പറയാൻ പറ്റില്ല. അവൻ്റെ ഒരു ക്വാളിറ്റി കളിച്ചിട്ടുണ്ട്, നല്ലൊരു സ്റ്റാർട്ട് കൊടുത്തിട്ടുണ്ട്. എന്താ ചെയ്യുക, പക്ഷേ ഔട്ടായി പോയി. ഇങ്ങനെയാണ് ഔട്ടായത്. കഴിഞ്ഞ കളിയിലും അതേ സ്ഥലത്ത് തന്നെയാണ് ഔട്ടായത്. പക്ഷേ കുഴപ്പമില്ല, ഇന്ത്യക്ക് എന്തായാലും നല്ലൊരു സ്റ്റാർട്ട് കിട്ടിയിട്ടുണ്ട്. നൗ ലെറ്റ്സ് സീ ഹൗ ദേ ഗോണ യൂട്ടിലൈസ് ഇറ്റ്. ഹായ് ഗൈസ്, ഇതാണ് നമ്മുടെ പെറ്റ് കോക്കോ. അപ്പോൾ ഇന്ന് ആക്ച്വലി കോക്കോൻ്റെ ഗ്രൂമിങ് ഡേ ആണ്. അപ്പോൾ ഞാൻ ഇവിടെ പുതിയ വീട്ടിൽ വന്നതിന് ശേഷം ഷോപ്പ് എവിടെയാണെന്ന് അറിയില്ല. അപ്പോൾ അവളെ കൊണ്ടുപോകണം വേണ്ടിയിട്ട് നമ്മളവളെ ക്യാരി ബാഗ് ചെയ്തതാണ്. ഇനി ഇവളെ കൊണ്ട് പുറത്ത് പോയിട്ട് ഇവളുടെ ഗ്രൂമിങ്ങും കൂടെ കംപ്ലീറ്റ് ചെയ്യണം ഇന്നത്തേക്ക്. ഭയങ്കര മടിച്ചിയാണ്. ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമല്ല. പക്ഷെ എങ്ങനെയെങ്കിലും പിടിച്ച് കൊണ്ടുപോകണം, അതാണ് ഒരു ടാസ്ക്. എന്തായാലും ആളെ കിട്ടിയിട്ടുണ്ട്. ഇനി ആളെ എടുത്തിട്ട് ഗ്രൂമിങ്ങിന് പോവുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. സോ ഫൈനലി കോക്കോന്റെ ഗ്രൂമിംഗ് ഡേ. ആള് കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. ആൾക്ക് ഭയങ്കര പേടിയാണ് ആക്ച്വലി ഗ്രൂമിങ്. ആൾക്ക് ആക്ച്വലി പുറത്ത് പോകുന്നൊന്നും അധികം ഇഷ്ടമല്ല. അവള് നമ്മളുടെ വീട്ടിൽ തന്നെ അവളുടെ ഒരു നോൺ ടെറിട്ടറിയിൽ ഇരിക്കാനാണ് അവൾക്ക് ഇഷ്ടം. പക്ഷെ ഗ്രൂമിങ്ങിനൊന്നും മടിയൊന്നുമില്ല. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആൾ ഓക്കെയാണ്. പക്ഷെ അവിടെ അവരെ കൊണ്ടുപോകുന്ന ടാസ്ക്കാണ്. കണ്ടില്ലേ കരഞ്ഞോണ്ടിരിക്കുന്നത്. ഗൈസ്, നമ്മൾ അങ്ങനെ ഗ്രൂമിങ്ങിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ പോയി ചോദിക്കണം അവരുടെ റേറ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണെന്ന്. നമ്മൾ സാധാരണ കൊണ്ടുപോകുന്ന സ്ഥലത്തല്ല നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നോക്കാം എന്തായാലും പോയിട്ട്. നമ്മുടെ ഷോപ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഷോപ്പിൻ്റെ പേര് ഡാസ്ലിംഗ് പോസ് പെറ്റ് കെയർ എന്ന് പറഞ്ഞിട്ടാണ്. സാധാരണ കൊണ്ടുപോകുന്നത് നമ്മൾ വേറൊരു സ്ഥലത്താണ്. പിന്നെ ഇപ്പോൾ കോക്കോനെ നമ്മൾ റൂമൊക്കെ മാറിയപ്പോൾ ഒരു പുതിയ ഷോപ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അവിടെയാണ് വന്നിട്ടുള്ളത്. എന്തായാലും നോക്കാം എന്താണ് ഇവിടുത്തെ അവസ്ഥ. നല്ല ഫ്രണ്ട്ലി സ്റ്റാഫായിരുന്നു അവിടെ. അപ്പോൾ ഇപ്പം നിങ്ങൾ കാണാം കൊക്കോനെ ഇരുത്തിയിട്ടുണ്ട് ഗ്രൂമിങ് ചെയ്യാൻ. അവളുടെ നെയിൽ കട്ടിങ്ങും ബേസിക് ഗ്രൂമിങ്ങാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആൾക്ക് ഭയങ്കര മടിയാണ്. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ നല്ല സൈലൻ്റായിട്ട് ഇരുന്നോളും. ഇത് ആക്ച്വലി പുതിയ തുടങ്ങിയൊരു ഷോപ്പാണ്. അവർ പറഞ്ഞ് 1 മാസമായി തുടങ്ങിയിട്ടെന്നുള്ളൂ. ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് വർക്കിംഗ് ആണ്. പക്ഷെ അവരിപ്പോൾ ഒരു വെറ്റ് ക്ലിനിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാരണം അധികം റീറ്റെയിൽ പ്രോഡക്ട്സ് ഒന്നും വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ബട്ട് ഇറ്റ്സ് ഡീസൻറ്റ് ഇനഫ് ആൻഡ് പ്രൈസ് വൈസ് ഓൾസോ ഇറ്റ് വാസ് ഗുഡ്. ഇറ്റ്സ് നോട്ട് വെരി ഹെവി ഓൺ ദ പോക്കറ്റ്. സോ ഡാസ്ലിംഗ് പോസ് ഷാർജ. ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നല്ല സർവീസസ് ആണ്, അതെനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. അവർ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മുടെ പെറ്റിനെയൊക്കെ ഭയങ്കര കെയർഫുള്ളായിട്ടായിരുന്നു അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ എത്ര നല്ല കുട്ടിയായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്ന്. വീട്ടിൽ നിന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി പോകുന്ന ആളാണെന്ന് പറയില്ല.
അങ്ങനെ മെയിൻ ടാസ്ക് കഴിഞ്ഞു. അവളുടെ ബേത്തിങ് ടൈം കഴിഞ്ഞു. ഇനി അവളെ ഡ്രൈ ചെയ്യുക എന്നുള്ളതാണ്. ബേസിക്കലി അവളിങ്ങനെ ഓടാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡ്രയറിൻ്റെ ശബ്ദം കാരണം അവൾ ഭയങ്കര സെൻസിറ്റീവാണ്. എന്തെങ്കിലും പരിചയമില്ലാത്ത ഭയങ്കര ഹെവി സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര സ്കേഡാവും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് അവൾ എപ്പോഴും ഇത് ഡ്രൈ ചെയ്യുമ്പോൾ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ക്യാറ്റിനെ എന്തിനാ ഇങ്ങനെ പിടിക്കുന്നതെന്നൊക്കെ. അതൊക്കെ അവർ പ്രൊഫഷണൽസാണ്, ദേ നോ ബെറ്റർ. ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞു. കോക്കോ നല്ല കുളിച്ച് സുന്ദരിയായിട്ടുണ്ട്. സോ ലെറ്റ്സ് അൺലീഷ് കോക്കോ നൗ. സാധാരണ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ കോക്കോനെ ഞാൻ വിടാറാണ് പതിവ്. അപ്പോൾ അവൾ നേരെ വീട്ടിലോട്ട് ഓടി കയറും. പക്ഷേ സാധാരണഗതിയിൽ അവൾക്ക് അവളുടെ വീട് എവിടെയാണെന്ന് അറിയാം, അല്ലെങ്കിൽ റൂം എവിടെയാണെന്ന് അറിയാം. ഇതിപ്പോൾ നമ്മൾ റൂം മാറിയതിന് ശേഷം ആദ്യമായിട്ട് അവളെ പുറത്ത് പോയിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആൾ ഭയങ്കര കൺഫ്യൂസ്ഡായി. അവൾക്ക് മനസ്സിലാവുന്നില്ല ഏത് ഡിറക്ഷനിലോട്ടാണ് പോകേണ്ടതെന്നുള്ളത്. അതുകൊണ്ട് അവിടെയും ഇവിടെയും ഭയങ്കര ഓട്ടായിരുന്നു. ഫൈനലി ഐ ഗോട്ട് ഹോൾഡ് ഓഫ് ഹർ ആൻഡ് ബ്രോട്ട് ഇൻ ടു ഹർ റൂം. അല്ലാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അവൾ നേരിട്ട് വീട്ടിലോട്ട് ഓടി വരും. വെൽക്കം ബാക്ക്. അപ്പം നമുക്ക് ഇന്നൊരു സുഹൂറിൻ്റെ പരിപാടി ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ഓൾമോസ്റ്റ് ടൈം 2 o'clock ആയി നൈറ്റ്. അപ്പോൾ എൻ്റെ കുറച്ച് ഫ്രണ്ട്സും എൻ്റെ ജിം ട്രെയിനറും വരുന്നുണ്ട്. സുഹൂർ നമ്മൾ പാകിസ്ഥാനി ഒരു ഹോട്ടലിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാൻ ഗെറ്റ് റെഡി ആയിട്ട് പോവുകയാണ്. ആക്ച്വലി മര്യാദക്ക് ഉറങ്ങിയിട്ടില്ല. എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഒരു സുഹൂറിന് പോകുന്നത്. പോയി നോക്കാം എന്താണ് അവിടെ എങ്ങനെയുണ്ട് എന്ന്. ഓക്കെ, ഇതാണ് നമ്മുടെ പുതിയ വീടിൻ്റെ പാർക്കിങ്. ഭാഗ്യത്തിന് പഴയ പോലെയല്ല, പ്രാവശ്യം നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ ഉപകാരമാണ്. ഇതാണ് നമ്മുടെ വണ്ടി. സോ നൗ ലെറ്റ്സ് ഗോ. നട്ടപ്പാതിരിക്ക് വണ്ടി എടുത്ത് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് പെട്രോൾ ഇല്ല എന്നുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. രാത്രി ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 2-2:30 അത് വലിയ ട്രാഫിക് ഒന്നുമില്ല. ഷുഡ് നോട്ട് ബി ടേക്കിംഗ് മോർ ദാൻ 10 minutes ടു റീച്ച് ദർ. ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഫുഡ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഞാനിതുവരെ സുഹൂർ പോയിട്ടില്ല ഈ റംദാനിൽ. സോ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ ജിം ട്രെയിനറുണ്ട്, പിന്നെ നമ്മുടെ ഒരു ബഡി ട്രെയിനി ഉണ്ട്, എൻ്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട്, പിന്നെ വേറൊരു ഫ്രണ്ട് ഉണ്ട്. നമ്മളൊരു 5 പേരും കൂടിയാണ് പോകുന്നത്. വെയിറ്റിംഗ്. ഇത് മുഴുവൻ ലിഫ്റ്റാണെന്ന് വിചാരിക്കും അല്ലേ? ആക്ച്വലി നമ്മൾ അവിടെ എത്തി. സോ ഹി ലിവ്സ് ഇൻ 11th ഫ്ലോറിലാണ്. അവനെ വിളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അവനെ പോയി മീറ്റ് ചെയ്തിട്ട് ബാക്കി ഫ്രണ്ട്സിനെയും കൂടെ വെയിറ്റ് ചെയ്തിട്ട് we'll just go there. Okay, keep watching guys till the end. We'll show you what we are eating, how is our suhoor, everything. Guys, അവർ താമസിക്കുന്ന വീട്. No, now there is no parking, no? Because they changed Ramadan times. Yeah. Yes, I have to put all this in the blog. Pakistani restaurant finally. ഇത് നമ്മളിങ്ങനെ കുറേ കാലമായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു ഫുഡിങ് സെക്ഷൻ ആയിരുന്നു. അൽ നവാബ് റെസ്റ്റോറൻറ്റ്. നമ്മൾ ഡയറ്റൊക്കെ ഹൈ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയും പാകിസ്ഥാനി ഫുഡ്, നല്ല ഫാറ്റ് ഫുഡൊക്കെ പോയി കഴിക്കണമെന്ന്. ഇപ്പോഴാണ് ആക്ച്വലി അതിനൊരു ടൈം കിട്ടിയത്. ഇപ്പോൾ കറക്റ്റാണ് ആക്ച്വലി. നോയമ്പും തുടങ്ങി, പിന്നെ സുഹൂർ ടൈമാണ്. നല്ലതായിരുന്നു അവരുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ. ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത്ര വലിയ ഹെവി പ്രീമിയം ഒന്നുമല്ല, എന്നാലും അത്യാവശ്യം നല്ലതായിരുന്നു. അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ, സർവീസസൊക്കെ നല്ലതായിരുന്നു. പിന്നെ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു ടോട്ടൽ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു 4 മണി ആയപ്പോഴാണ്, 3:30 ആയപ്പോഴാണ് നമ്മളവിടെ എത്തിയത്. 3:30 to 4:30 മാക്സിമം ബുഫേ ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിച്ചു. പിന്നെ വൈഡ് വെറൈറ്റി ഫുഡ് ഉണ്ടായിരുന്നു. ബ്രെഡ് ആയാലും, പിന്നെ നമ്മുടെ സ്വീറ്റ് സൈഡ് ആയാലും, ഡെസേർട്ട് ആയാലും, സാലഡ്സ് ആയാലും, റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, മട്ടൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, ദാല്, ഹലുവ പൂരിയൊക്കെ അവരുടെ ഫേവറേറ്റ് ഐറ്റംസാണ്. പിന്നെ കബാബ്സ് ഉണ്ടായിരുന്നു, ഗുലാബ് ജാമുനും ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവരുടെ ബീഫ് നിഹാരി ആയിരുന്നു. അറിയില്ല, എനിക്ക് ചിലപ്പം ബീഫ് ഒരുപാട് ഇഷ്ടമായിരുന്നുകൊണ്ടായിരിക്കും. എനിക്ക് അത് നല്ല. In 17 kgs in 14 days. See this? Gains. These were 10. Only like, I'm gonna finish this. No worries. What else we had? Food is too much. No, that's not mine. I finished mine. Yeah, this is mine as well. I finished. And this guy only had like 1.5 plates. No. Yeah. This guy, he's not finished. No, this guy did great. This guy. Then who's that? The next Super one? impressed with this guy, bro. He ate. No, he's fake. That's it for today, guys. Please
subscribe, share, like.